ഇതുമാണ്. ആ ഒച്ചപ്പറ അതാ ഫോൺ കയറിക്കുന്നേ. ഒച്ചയിൽ പറഞ്ഞോ ഇങ്ങനെ കൊടുക്കുമോ? എത്രക്ക്? 25 പറ. 25 26 തരില്ല. അതില്ല, നിങ്ങൾ പറഞ്ഞതിന് കൊള്ളാൻ ഞാൻ വരണ്ടല്ലോ. എന്റെ പേരക്കുട്ടികളാ പറഞ്ഞാല്. പേരക്കുട്ടികളൊക്കെ ജോലിയായില്ലേ? ആ ജോലി പണിയില്ല. 6,000 രൂപ ചെലവുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെലവൊക്കില്ലേ? ഈ 60 പേരിന് എനിക്ക് ഈ അറക്കുന്ന ആൾക്ക് എത്ര വരാ? ഒരു കന്നിന് 3500 രൂപ ചെലവ്. 250 260 വെക്കുന്നില്ലേ? ഞാൻ സ്വന്തം 6,000 രൂപ ചെലവ് ഒരു കന്നിന്. എന്ത് ചെയ്യാൻ പറ്റൂ? ഉത്പാദനം കുറഞ്ഞു പോയി. ഹലോ, മഞ്ചേരി ചോലക്കൽ ചന്ത. നല്ല ഇറച്ചിക്കും പാലിനും പറ്റുന്ന എരുമകളുടെ ഒരു കൂട്ടാണ്. വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ചോദിച്ചറിയാം. നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിലും കണ്ടുനോക്കും. ഇഷ്ടംപോലെ ഉണ്ട്. ഒന്നായിട്ട് ഇറക്കിയതാണ്. രണ്ട് കുത്തൂടലൊക്കെ നടക്കുന്നുണ്ട്. എരുമകൾ നല്ല പാലും അല്ലെങ്കിൽ ഇറച്ചി എന്തിനും പറ്റുന്നു. എരുമകളുടെ കൂട്ടാണ്. ഇതാണ് അച്ചായൻ്റെ എരുമകൾ എന്നാ പറയാം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് എരുമകളെ വിൽക്കുന്ന ആളാണ്. അച്ഛനവിടെ ഉണ്ട്, കച്ചവടത്തിലാണ്. തലയിൽ കെട്ടിയ നീല തോർത്ത് തലയിൽ കെട്ടിയ ആളാണ്. കസ്റ്റമേഴ്സ് ഉണ്ട്. തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ മേനിക്കൊക്കെ ഒന്ന് ജസ്റ്റ് വിലയൊക്കെ ചോദിച്ചു നോക്കാം. അച്ചായൻ്റെ എരുമകള് വില ചോദിച്ചു. ഏകദേശം ഒരു 80-85 കിലോഗ്രാം വരുന്നതാണ് അധികം. ഒരു 28 മുതൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ റേറ്റാണ്. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിയുന്നവരെ റേറ്റ് തന്നെ ആയിരിക്കും. പെരുന്നാൾ കഴിയുന്നവരെ റേറ്റ് കൂടുമല്ലോ. ഇപ്പോൾ അച്ചായനും പറഞ്ഞാൽ അത് തന്നെയാണ്, റേറ്റ് ഇപ്പോൾ കൂടുതലാണ്. ഒരു 80-90 ലെവലുള്ള തൂക്കം. 1 കിൻഡലിൻ്റെ താഴെയുള്ള എരുമകളാണ് അതൊക്കെ. 28-30-32 ലെവലിൽ ഇങ്ങനെ പോകാൻ കണ്ടോ. ഇറച്ചിയുണ്ട്. പിന്നെ അതുപോലെ അപ്പുറത്ത് 3 പോത്തുകളുണ്ട്. ആ 3 പോത്തുകളുടെ കണ്ടീഷന് ഒരു 80-75 1 കിൻഡലിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 30-29 ലെവലിലൊക്കെ ഇപ്പം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് ഏറെയുള്ള സമയം. ചോദ്യവിലയാണ് 27 ലെവലിലൊക്കെ സാധനം പോരും. ആ രീതിയിലാണ് ചോദ്യവില. 28-30 പറയുന്നുണ്ട്. 27 ലെവലിലൊക്കെ ചായൻ്റെ എരുമകൾ പോരും എന്നുള്ളതാണ് അറിയുന്നത്. ഡിമാൻഡുള്ള ആളുകൾ വന്ന് എടുത്ത് പോകുന്നുണ്ട്. 1, 2, 3 60-കാരൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഈ ഏരിയയിലാണ് അച്ചായൻ്റെ ഏരിയ. ഇതിപ്പോൾ മഞ്ചേരി ചോലക്കൽ ചന്തയാണ്. വല്ല മൂരികൾ വേണമെങ്കിൽ ആ ഭാഗത്തുണ്ടാവും. പാൽപ്പശുക്കൾ തുടക്കത്തിലേ ഉണ്ടാവും. അപ്പുറത്ത് ഒരു കർണാടക ടീമാണ്. ആ ഏരിയ മുഴുവൻ അവരുടെ കാളകളും പശുക്കളും പോത്തുകളും ആയിരിക്കും. ഒരു കൂട്ടമായിട്ടൊന്നായിട്ട് വരികയാണ്. അങ്ങനെയാണ് ചന്തയുടെ കിടപ്പ്. അപ്പോൾ മഞ്ചേരി ചന്തയിലുള്ള എരുമകളുടെ ഏരിയ ആണിത്. എരുമകളിൽ ഒന്നുകൂടി വില പറയാണ്. ഒരു മൊത്തത്തിൽ അത് പോകണം. കർണാടക എരുമകൾ. കർണാടകക്കാരനാണ് അയാൾ. കർണാടക ബ്രോക്കറാണ് കൊണ്ടുപോകണം. ഇപ്പോൾ 27-28 ആ ലെവലിലാണ് എരുമകളുടെ ഇപ്പോഴത്തെ വില. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ ഇനിയും കൂടും. പെരുന്നാൾ സീസൺ അടുത്ത് വരുമ്പോൾ ഇനിയും കൂടുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. ഇറച്ചി എരുമകൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്. നന്നായിട്ട് വരുന്നു എരുമകൾ. എത്ര തന്നെ? 15 72 അപ്പോൾ 36 മീനല്ലേ? 16 കാലം.
7:45 വെച്ച് ഇപ്പൊ 72 ഏതാ? ഇത് 25 എനിക്ക് കൊടുക്കോ? ഇല്ലല്ല. ഇല്ല. ഇതുമാണ്. അതന്നെ അതന്നെ. ആ കൊടുക്കും ലാസ്റ്റ്. കൊടുക്കും. ഒച്ചപ്പറ അതാ ഫോൺ കയറിക്കുന്നേ. ഒച്ചയിൽ പറഞ്ഞോ ഇങ്ങനെ കൊടുക്കുമോ? എത്രക്ക്? 25. പാട്ട് പറ 25 26 തരില്ല. അതില്ല, നിങ്ങൾ പറഞ്ഞതിന് കൊള്ളാൻ ഞാൻ വരണ്ടല്ലോ. എന്റെ പേരക്കുട്ടികൾ വന്നാ പോരെ. എന്നാല് വേറെ കുട്ടികളൊക്കെ ജോലിയായില്ലേ? ആ ജോലിയില്ല, പണിയില്ല. 6,000 രൂപ ചെലവുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെലവൊത്തില്ലേ? ഈ 6 പേരിന് നിക്ക് ഈ അറക്കുന്ന ആൾക്ക് എത്ര വരാ? ഒരു കന്നിന് 3500 രൂപ ചെലവ്. അവിടെ 250 260 വെക്കുന്നില്ലേ? ഞാൻ സ്വന്തം 6,000 രൂപ ചെലവ് ഒരു കന്നിന്. എന്ത് ചെയ്യാൻ പറ്റൂ? ഉത്പാദനം കുറഞ്ഞു പോയി. വിലണ്ട് ഇപ്പോ. അപ്പൊ ആവൂല. ഞാണ്ട് വേറെ ആൾ വിളിച്ചിട്ടുണ്ട്. എത്താൻ വേണ്ടി നോക്കി നോക്കാം. നോക്കല്ല, ബലെന്ന് പറഞ്ഞു. എന്നിട്ട് കിട്ടണില്ല. ഇതാ ഇതും ഇതും അയാള് 72 റുപ്യ ഉണ്ട് ആ 2 അപ്പൊ ഇവിടെ 36,000 റുപ്യായി ഒന്നിന്. എവിടെ കൊണ്ടുപോയിട്ടത് വിൽക്ക? 300-ന് വിറ്റാനൊന്നും തീരൂല. പിന്നെ ഇപ്പൊ അതിന്റെ ചാണം തൂക്കാൻ പറ്റുമോ? ഇതിന്റെ ഞങ്ങളെ നാട്ടിലെ കഥ 360 ഇറച്ചിക്ക്. ഞങ്ങളെ അവർക്ക് ഞങ്ങളായിട്ട് വരാൻ പറ്റൂല. ഞാൻ അയക്കൂല. ഞങ്ങൾ കച്ചവടം ചെയ്യാൻ അയക്കൂല. അല്ലെങ്കിൽ നല്ല അട്ടങ്ങളേക്ക് 2 എടുത്തോണ്ട് ആണ്ട് പോയാൽ മതി. ഇതിപ്പോ ഞാനിപ്പോ പട്ടിണി എടുക്കാൻ ജിമ്മിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അറിയാ. ആ കുഴപ്പത്തിലാണ്. എന്നാ ശരി. ഇപ്പൊ വേണ്ടി 2 കച്ചവടമായിരുന്നു. അല്ല റഷീദ് അല്ല തോർത്ത് കെട്ടുക. ഞാൻ കെട്ടിന്. അപ്പോ ഇതൊന്ന് ഏതാ പറഞ്ഞ? ഇതും അന്ന് 2 അർത്ഥം തീർന്നോ? ഓരോന്ന് ഇറക്കും. ഓരോന്നോ? ഈ ശരിക്കും പൊടിയാണ്. ആ ചെറുതില്ലേ ഇതല്ലേ വെറുതെ പുല്ലില്ല. പുല്ലിന്റെ ഞാൻ കൊണ്ടിടും.